അനീഷ് പറയുന്നുണ്ട് ആദ്യം ഫുഡ് നിഷേധിച്ചത് നീയാണ്, എന്നിട്ട് നീ തന്നെ അത് മാറ്റി പറഞ്ഞിട്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ പറയുന്നു. അപ്പം നിനക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ല. അത് നീ കളിച്ചൊരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെ ഫുഡ് ആർക്കും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമേ മുതൽ പറയുന്നത് ഫുഡ് നിഷേധിക്കരുത്. പണിയെടുത്തോ പണിയെടുത്തില്ലയോ ആർക്കായാലും ഫുഡ് നിഷേധിക്കാൻ പാടില്ല. ഇതെല്ലാം ഇവരുടെ നാടകമാണ് ചേട്ടാന്ന് നൂറ പറയുന്നുണ്ട്. പണിയെടുപ്പിച്ചാൽ മാത്രമേ ഫുഡ് തീർത്തോളൂ എന്നൊക്കെ ഇവർ പറഞ്ഞു. എന്നിട്ട് പണിയെടുപ്പിച്ചോ? ഇല്ല. എന്നിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് നിലപാട് എന്തോ ഉണ്ടെന്ന് ഷാനവാസ് ചോദിക്കുന്നു. പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കുതന്ത്രം എല്ലാം കൊണ്ടുവന്നത്. എന്നിട്ട് എന്തായി അവസാനം? പവനായി ശവമായി. അനീഷ് പറയുന്നുണ്ട് അവർ തന്നെ കിച്ചണിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് അവർ കിച്ചൺ എടുത്തത്. എത്ര സമയമായിട്ടാണ് ഇത്രയും ചപ്പാത്തിയും കറികളും എല്ലാം അവിടെ തന്നെ തുറന്ന് തന്നെ വെച്ചിരിക്കുകയാണ്. വിളമ്പി വെച്ചിട്ട് ഇവരെടുത്ത് കഴിക്കുന്നില്ല. എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കി ഇവർക്ക്. ഷാനവാസ് ഇരുന്നിട്ട് ആരെയും ഇങ്ങനെ ചൊറിഞ്ഞ് സംസാരിക്കുകയാണ്. ഭയങ്കര ജാടയിൽ വന്നിട്ട് പറയാണ് ജോലി എടുത്തില്ലെങ്കിൽ ആഹാരം കൊടുക്കത്തില്ല. എന്നിട്ടിപ്പോൾ എന്തായി? പവനായി ശവമായി. എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അനീഷും പറയുന്നുണ്ട് നിലപാട് മാറ്റം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് വെറും നാടകമായിരുന്നു എന്ന് തോന്നുന്നു. അവരാണ് കിച്ചണെല്ലാം അവർക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഏറ്റെടുത്തത്. എന്നിട്ട് അവർ ആഹാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇത്രയും സമയമായിട്ടും ആ തുറന്നു വെച്ച് ആഹാരത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. സെൽഫ് റെസ്പെക്റ്റ് എന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഇരിക്കുന്ന നൂറ മാഡം ഒന്ന് അതെന്താണ് ആലോചിക്കാത്തതെന്നാണ് മനസ്സിലാവാത്തത്. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ ഫുഡിനോട് റെസ്പെക്റ്റ് ഇല്ല. ആരെയും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, ജോലി എടുക്കാത്തവർക്ക് ഭക്ഷണമില്ലെന്ന് ആരെയും പറഞ്ഞത് കറക്റ്റ്, ശരി. പക്ഷേ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് പിന്നെ ഈ ആഹാരത്തിനെ റെസ്പെക്റ്റ് ചെയ്യാതെ ആ തുറന്ന് അവിടെ അങ്ങനെ വെച്ചേക്കുന്നത് അത് ശരിയുള്ള കാര്യമാണോ? പ്രേക്ഷകരായ നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.